മിഡിൽ ഈസ്റ്റ് മേഖലയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് നിരുപാധികം ഇറാനെ ആക്രമിക്കുകയും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളെയും ഇറാൻ കടന്നുകയറി ആക്രമണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്. ഇറാൻ ഇവിടെ ഒരേ നിമിഷം വിവിധ രാജ്യങ്ങൾ 10ഓളം വരുന്ന രാജ്യങ്ങളെയും അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ സംവിധാനങ്ങളെയുമാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്. ഇസ്രയേലിലേക്ക് കടുത്ത ആക്രമണം അയച്ചുവിടുന്നതോടൊപ്പം GCC രാജ്യങ്ങളിലേക്ക് ഇറാൻ അയച്ചുവിടുന്ന ആക്രമണങ്ങളാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെയും അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളുടെയും പ്രതികരണത്തിന് ഇടയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഇസ്രയേലിലേക്ക് കടുത്ത ആക്രമണം അയച്ചുവിടുന്നതോടൊപ്പം കുവൈത്തിലേക്കും സൗദിയിലേക്കും ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരുന്ന വാർത്തയെന്ന് പറയുന്നത് സൗദിയിലെ ടനൂറ ഓയിൽ റിഫൈനറി താൽക്കാലികമായി അടച്ചിട്ടു എന്നുള്ളതാണ്. കാരണം ഇറാനിൽ നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും കേടുപാടുകൾ സംഭവിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുവൈത്തിലേക്ക് നിരന്തരമായി അമേരിക്കൻ അസറ്റുകൾക്ക് നേരെ ആക്രമണം നടക്കുകയും അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർന്നു വീഴുകയും ചെയ്തു എന്ന വാർത്ത വരുന്നു. എന്നാൽ എത്തരത്തിലാണ് അത് തകർന്നു വീണതെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് പ്രകാരം നിരവധി F-15 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്നാണ് എക്സിൽ കുറിച്ച കുറിപ്പിലുള്ളത്. അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും ദോഹയിലേക്ക് കഴിഞ്ഞ ദിവസം ആക്രമണങ്ങൾ കുറവുണ്ടായിരുന്നുവെങ്കിലും 2-ാം തീയതി വീണ്ടും ആക്രമണം പുനരാരംഭിച്ചു എന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം കൊണ്ട് അവരുടെ ഇറാന്റെ സാക്ഷാൽ ആയത്തുള്ള അലി ഖമൈനി തന്നെ മരണമടഞ്ഞ സാഹചര്യത്തിലാണ് നിയന്ത്രണം വിട്ട രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നത്. ഈ കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇറാൻ വീണ്ടും നെഗോസിയേഷൻ ടേബിളിലേക്ക് വരുന്നു, ചർച്ചയ്ക്ക് ഒരുങ്ങുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് എന്ന് പറയുന്നത് നോ നെഗോഷിയേഷൻ, ഒരു രീതിയിലുള്ള ചർച്ചക്കും ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ ഒരു രീതിയിലുള്ള സംവാദത്തിനും തയ്യാറല്ല, ഞങ്ങൾക്ക് എതിരെ നടന്ന ആക്രമണത്തിന് തിരിച്ചാക്രമണം തന്നെയാണ് പ്രതിവിധി എന്നുള്ളതാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറയുന്നത് ഞങ്ങളോട് യുദ്ധം നിർത്താൻ ഒരു GCC രാജ്യങ്ങളോ മറ്റോ ആവശ്യപ്പെടേണ്ടതില്ല, ആവശ്യപ്പെടേണ്ടത് മറുഭാഗത്തോടാണ്. ഞങ്ങൾ പ്രതിരോധത്തിനിറങ്ങിയവരാണ്, ഞങ്ങളെയാണ് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ആക്രമിച്ച ഇസ്രയേലും അമേരിക്കയും ആദ്യം ആക്രമിച്ചത്. ഇനി യുദ്ധം അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുക, ഞങ്ങൾ രാജ്യത്തെ പ്രതിരോധിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് എന്ന രീതിയിലുള്ള മറുപടിയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ ഇടക്കാല പരമോന്നത നേതാവായി ഖമേനിയുടെ വിശ്വസ്തൻ അലി റേസ അറാഫി ചാർജ് എടുത്തത് മുതൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു വീഡിയോ പങ്കുവെച്ചു എന്നുള്ളതാണ്. അതായത് അത്യാധുനിക സംവിധാനമുള്ള മിസൈൽ ശേഖരം മൂവ് ചെയ്യുന്ന ഒരു വീഡിയോയായിരുന്നു ഇത്. ഇന്നത്തെ രാത്രി വളരെ നിർണായകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനുശേഷം ഇസ്രയേലിലേക്ക് കടുത്ത ആക്രമണങ്ങൾ വന്നു എന്നാണ് ഇസ്രയേലിലെ ജനങ്ങൾ തന്നെ പിടിച്ച വീഡിയോകളും സംഭവ വികാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രയേലി മാധ്യമങ്ങൾ പോലും ഇത്തരത്തിലുള്ള പല വാർത്തകളെയും മുക്കുകയാണ്. കാരണം ഇസ്രയേലി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ഒരു നിയന്ത്രണം ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നതിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേലിൽ കടുത്ത ആക്രമണങ്ങൾ നടക്കുകയും അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും മരണം വരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം തന്നെ ബൈത്ത് ഷമീമിൽ നടന്ന ഒരു ആക്രമണത്തിൽ ഇറാൻ ഉപയോഗിച്ചത് ബങ്കർ ബസ്റ്റർ മിസൈലുകളാണ് എന്നാണ് അന്താരാഷ്ട്ര അനലിസ്റ്റുകളൊക്കെയും പറയുന്നത്. കാരണം ഭൂമിയിലേക്ക് തുളച്ചു കയറുകയും ബങ്കറിൽ ഇരിക്കുകയും ചെയ്ത ആളുകളാണ് മരണപ്പെട്ടു പോയത്. 9 ആളുകൾ മരണപ്പെട്ടു എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ 20 പേരെ കാണാനില്ലെന്നും അവർ തന്നെ പറയുന്നു.
അത്തരത്തിൽ വളരെ വലിയ നാശം വിതച്ച, അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന, ജനങ്ങളൊക്കെയും കണ്ടുകഴിഞ്ഞ ചില ആക്രമണങ്ങളെ അവർ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി അത്തരത്തിൽ ടെല്ലവീവിലെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലേക്കും നിരവധി ആക്രമണങ്ങൾ ഇറാൻ കഴിഞ്ഞ ദിവസം അയച്ചുവിട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ കുറച്ചു കാണിക്കുക എന്നുള്ളത് കൊണ്ട് ഈ ഇറാന്റെ ആക്രമണങ്ങളുടെ വാർത്തകൾ ഇസ്രയേലിൽ നിന്ന് കൂടുതലായി പുറത്തു വരുന്നില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ജനങ്ങൾ പിടിച്ചിടുന്ന വീഡിയോകളും ചിത്രങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ആയം മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇറാൻ ആക്രമിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം UK പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങളുടെ നാവികസേനാ താവളങ്ങൾ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുവാനും അതുപോലെ തന്നെ ലോഞ്ചറുകൾ അടിക്കുവാനും ഒക്കെ അമേരിക്കക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ സൈപ്രസിലെ UK നാവിക താവളം ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അത്തരത്തിൽ സൈപ്രസിലേക്കും അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും ദോഹയിലേക്കും UAEയിലേക്കും എന്തിലധികം സൗദിയിലേക്കും ഒരേ സമയം ജോർദാനിലേക്കും ഇസ്രയേലിലേക്കും നിയന്ത്രണം വിട്ട ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന് ഒന്നും ഇനി ആലോചിക്കാനില്ല. ഇറാൻ പ്രതിരോധത്തിന്റെ പാതയിലാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക ആളുകളിൽ നിന്ന് വരുന്ന പ്രതികരണം എന്ന് പറയുന്നത്. എന്നാൽ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളെ ഇതുവരെയും ആക്രമിക്കുവാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനത്ത് വളരെ ശക്തമായ ആക്രമണം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നേതൃത്വത്തിൽ നടന്നു. കുറഞ്ഞത് ഇറാനിൽ ഇതുവരെ 555 ആളുകൾ മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഇടക്കാല പരമോന്നത നേതാവ് അറാഫിയുടെ നേതൃത്വത്തിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. US വിവിധ അസറ്റുകൾക്കും വിവിധ വ്യോമതാവളങ്ങൾക്കും വലിയ നാശം വിതക്കുകയും അവർക്ക് വലിയ രീതിയിലുള്ള ആക്രമണം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനിടയ്ക്ക് US പ്രസിഡന്റ് പറയുന്നത് 3 അമേരിക്കൻ സൈനികർ മാത്രമേ മരിച്ചിട്ടുള്ളൂ, 5 ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടില്ല ഇപ്പോൾ എന്നും US മാധ്യമങ്ങൾ നിന്ന് കിട്ടുന്ന വാർത്തയനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. പക്ഷേ നമുക്ക് ദോഹയിലെ ബേസിലേക്കും അതുപോലെ മേഖലയിലെ അബുദാബിയിലെയും മേഖലയിലെ കുവൈത്തിലെയും ബേസുകളിലേക്ക് നടന്ന ആക്രമണങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇതിൽ കൂടുതൽ മരണസംഖ്യ ഉയരുവാനും ഇതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ അമേരിക്കക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. പക്ഷേ ഇസ്രയേലിനെ കൊണ്ട് പറഞ്ഞതുപോലെ തങ്ങൾക്ക് എതിരെ വരുന്ന ആക്രമണങ്ങളെ കുറച്ചു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെയും ലക്ഷ്യം. അമേരിക്കയുടെ സാക്ഷാൽ USS എബ്രഹാം ലിങ്കണെ തന്നെ ആക്രമിച്ചു എന്ന് ഇറാൻ പറയുകയും അതിനെ നിഷേധിച്ചുകൊണ്ട് മണിക്കൂറുകൾക്കകം തന്നെ സെൻറ്റുകോം സോഷ്യൽ മീഡിയ പേജിലൂടെ രംഗത്ത് വരികയായിരുന്നു. അത്തരത്തിൽ ഇറാനിൽ നിന്ന് നടക്കുന്ന ആക്രമണം, ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ GCCയിലെയും മിഡിൽ ഈസ്റ്റിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 ചില്ലാനം കിലോമീറ്ററുകൾക്കപ്പുറം കടന്ന് മിസൈലുകളും ഡ്രോണുകളും ആക്രമണം നടത്തുമ്പോൾ മിഡിൽ ഈസ്റ്റ് അശാന്തിയിലാണ്. മിഡിൽ ഈസ്റ്റ് അശാന്തിയിലായതുകൊണ്ട് തന്നെ മലയാളികളും GCCയിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരായ ആളുകൾ തിങ്ങിത്താമസിക്കുന്ന ഒരു ഇടമായതുകൊണ്ട് തന്നെ GCCയിൽ മലയാളികൾ പരിഭ്രാന്തരാണ്. ഇന്ത്യ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അതിനിടക്ക് ആയത്തുള്ള അലി ഖമേനിയുടെ നിര്യാണത്തിൽ ഇന്ത്യ ഇതുവരെയും അനുശോചനം രേഖപ്പെടുത്താത്തതിലും മറ്റുമൊക്കെ ലോകമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇതിനകം തന്നെ അനുശോചനം രേഖപ്പെടുത്തുകയും മറ്റും ചെയ്തത് അൽ ജസീറ പോലെയുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ ആക്രമണം എത്തരത്തിൽ കടുപ്പിക്കുമെന്നും ഇരുവിഭാഗവും യുദ്ധത്തിൽ എത്തരത്തിൽ നാശനഷ്ടങ്ങൾ വിതക്കുമെന്നുമൊക്കെയുള്ള വാർത്തകൾ നമുക്ക് കണ്ടറിയാവുന്നതാണ്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.